ഇതിനകത്ത് നടക്കുന്ന ഭോഷ്ക്ക് ഇതാണ്. പ്രധാനമന്ത്രി മാപ്പ് കൊടുത്തു, പോലീസുകാർക്ക് എതിരെ കേസെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വന്നു. റിട്ടയർഡ് പോലീസുകാരുടെ ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രസിഡൻ്റ് ഒരു പത്രസമ്മേളനം നടത്തി. അയാൾ പറഞ്ഞു, ഞങ്ങൾ പ്രൈവറ്റ് കേസ് കൊടുക്കും, ആർക്കും ഞങ്ങളെ തടയാൻ പറ്റില്ല. റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ളൊരു നാട്ടിൽ വായിച്ച് സുപ്രീം കോടതി എന്ത് അധികാരം വെച്ചിട്ടാണ് സുപ്രീം കോടതി പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെ ജയിലിൽ നിന്ന് വിടണം? ഇൻവെസ്റ്റിഗേഷൻ ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വാദം നടക്കുകയായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടയോ എന്ന്. എങ്ങനെ ഒരു കോടതിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയാണ്? കോടതിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കഴിയില്ല. ഇപ്പോൾ ഒരാളുടെ പേരിൽ പോലീസ് കേസ് ചാർജ് ചെയ്തെന്ന് വെച്ചോ, കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇടപെടാൻ പറ്റില്ല. കോടതിക്ക് വേണമെങ്കിൽ FIR ക്വാഷ് ചെയ്യാം, അതോടെ ഇൻവെസ്റ്റിഗേഷൻ നിൽക്കും. അല്ലാതെ ഡോണ്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞൊരു ഓർഡർ ഇടാൻ പറ്റില്ല, പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ നിയമവാഴ്ച എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൂടാതെ സുപ്രീം കോടതി എത്രയോ കാലമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയോ മുനിസിപ്പൽ കോടതിയോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുത്തൻ്റെ മതിൽ ബുൾഡോസർ വെച്ച് ഡൽഹി മുനിസിപ്പാലിറ്റി പൊളിച്ചു. അയാൾ നേരെ സുപ്രീം കോടതി പോകുന്നു. കപിൽ സിബൽ വക്കീലാണ്. സുപ്രീം കോടതി സ്റ്റേ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ കോടതിയിലാണ് പോകേണ്ടത്. ഇഞ്ചക്ഷൻ വാങ്ങേണ്ടത് അവിടെ നിന്നാണ്. എന്താ സുപ്രീം കോടതിക്ക് അതിൽ കാര്യം? ഇപ്പോൾ ഈ സുപ്രീം കോടതി നടക്കുന്ന ബഹളം, ഇത് ഡൽഹി ഹൈക്കോടതി നടന്നാൽ തന്നെ എനിക്ക് മനസ്സിലാക്കും. സുപ്രീം കോടതി ഷുഡ് നോട്ട്, നിങ്ങളൊരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റായിട്ട് മാറുകയാണോ ചീഫ് ജസ്റ്റിസ്? കേസ് അന്വേഷിക്കുക, അതിൽ 18 വയസ്സായോ നോക്കുക. ഇത് ഈസ് നൺ ഓഫ് യുവർ ജോബ്. എന്താ ഈ 18 വയസ്സിൻ്റെ മഹത്വം? മൈനറാണെങ്കിൽ ഒരാളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ചിട്ടാണ് അയാളെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാക്കനാടുണ്ട്. അവിടെയാണ് ശിക്ഷിക്കപ്പെട്ടാൽ അവർ കൊണ്ടുപോകുന്നത്. ഇത് മാത്രമാണ് വ്യത്യാസം. അതർവൈസ് ഇറ്റ് ഈസ് ഓൾ സെയിം. മറ്റേ ജുവനൈൽ ജസ്റ്റിസ് കോർട്ടാണ്, ഇത് മെയിൻ കോർട്ടാണ്, മജിസ്ട്രേറ്റ്. അവിടെ വിചാരണ ചെയ്യാൻ 18 വയസ്സിന് താഴെയാണെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇറക്കി വിട്ടോ പോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ക്രിമിനൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? ക്രിമിനൽ ആക്ഷനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. സ്റ്റിൽ 7 വയസ്സിന് താഴെ 6 വയസ്സുള്ളൊരു കുട്ടി ഒരു വലിയ അമ്മിക്കല്ലെടുത്തിട്ട് സ്വന്തം അമ്മയുടെ തലയിലിടുന്നു. എന്നിട്ട് കോടതി പറയുന്നത് എനിക്ക് 6 വയസ്സേ ഉള്ളൂ. വെറുതെ വിടുന്നൊന്നുമില്ല, ഇവനെന്തോ കുഴപ്പമുണ്ടൊരു കാര്യം ഇവന് കൗൺസിലിങ്ങിന് വിടുന്നു. സാധാരണഗതിയിൽ ചെയ്യാത്ത ഒരു കാര്യം, അസാധാരണമായ കാര്യം 7 വയസ്സിൽ താഴെ ചെയ്താൽ പോലും കോടതി വളരെ കോഷ്യസാണ്. പോലീസുകാർ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോകും. 6 വയസ്സാണെന്ന് പറഞ്ഞ് ഒരട്ടെ അത് കോടതിയിൽ ബോധിപ്പിച്ച് ഇറക്കിക്കൊണ്ട് പോരെന്ന് പറയും. കോടതി മിക്കവാറും കൗൺസിലിംഗ് നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും. ഈ സം പ്രോബ്ലം 6-ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നിയമം. ഇതല്ല എന്നുള്ള മട്ടിൽ 18 വയസ്സിന് താഴെ എന്തും ചെയ്യാം. പോലീസിനെ ആക്രമിച്ചു, അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ കേസ് വേണ്ട. ഇന്ത്യൻ സുപ്രീം കോടതിയാണ് പറയുന്നത്. അതിനർത്ഥം 18 വയസ്സിന് താഴെയുള്ളൊരു ചെറുക്കന് ഒരു കോടാലി എടുത്തിട്ട് പോലീസുകാരൻ്റെ തല വെട്ടിപ്പൊളക്കാം. അത് ആദ്യത്തെ വെട്ടായതുകൊണ്ട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റിട്ടയർഡ് പോലീസുകാർ ചൂടായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പ്രൈവറ്റ് കേസ് കൊടുക്കുന്നു. ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ എന്നെ വെട്ടി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, ഞങ്ങളെല്ലാവരെയും പൂട്ടിയിട്ട് ഇറങ്ങുള്ളൂ. ഞങ്ങൾക്കറിയാം എത്ര പേരുണ്ടെന്ന്. ഡൽഹി പോലീസിൻ്റെ രേഖയുണ്ട്. അതിനിടയ്ക്ക് ഡൽഹി പോലീസിലെ ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വീഡിയോ ഇട്ടു, നിങ്ങൾ ധൈര്യമായിട്ട് തല്ലടാൻ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്ത് ചെയ്യും? കാരണം റൂൾ ഓഫ് ലോ സുപ്രീം കോടതി തന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഈ വക്കീലന്മാരുടെയും ഈ സോഷ്യൽ മീഡിയ പ്രഷറൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും? ഇന്നാളിൻ്റെ പേരിൽ കേസെടുക്കുക, ഇന്നാളിൻ്റെ പേരിൽ വേണ്ട എന്നൊക്കെ സുപ്രീം കോടതി പറയുന്നിങ്ങനെ. ആ വ്യക്തികൾക്ക് വരാം. നിങ്ങളുടെ പേരിലൊരു FIR ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വാഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതി പോകാം. സാർ ഇതിനകത്ത് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിയമത്തിൽ അതിന് പ്രൊവിഷനുണ്ട്. പക്ഷേ സ്യൂമോട്ടോ FIR ക്യാൻസൽ ചെയ്യുക, FIR എടുക്കുക, ഇതൊന്നും സുപ്രീം കോടതി ചെയ്തുകൂടാത്തതാണ്. സുപ്രീം കോടതിക്ക് FIR എടുക്കാനുള്ള മാറ്ററാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ
സുപ്രീം കോടതി അത് കൺസേൺഡ് മജിസ്ട്രേറ്റിന് വി ഫീൽ ദാറ്റ് ദിസ് ഈസ് എ റൈപ്പ് കേസ് ഫോർ രജിസ്റ്ററിങ് ആൻ FIR എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ ഡിസ്ക്രിപ്ഷന് വിടും. അങ്ങനെയൊക്കെ സുപ്രീം കോടതി ഈ വേലിവിളി കേസൊന്നും ഒരിക്കലും എടുക്കാൻ പാടില്ല.